അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഞ്ചി വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കെല്ലാം ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ധാരാളം ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിനുകളും മിനറലുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഇഞ്ചി. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ സഹായിക്കും. ജലദോഷം, പനി, ചുമ, തലവേദന, കഫക്കെട്ട്, അപ്പൊ അതൊക്കെ മാറുന്നതിനും ശ്വാസം മുട്ടലൊക്കെ മാറിക്കിട്ടുന്നതിനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഇഞ്ചി. അതുപോലെ തന്നെ നെഞ്ചെരിച്ചില്, വയറുവേദന, ഗ്യാസ്, ദഹന പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതിനും ഓക്കാനം, ഛർദി ഇതൊക്കെ മാറിക്കിട്ടുന്നതിനൊക്കെ ഒരുപാട് നല്ലതാണ് ഇഞ്ചി. ഇഞ്ചിയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ശരീരത്തിലെ പലതരത്തിലുള്ള വേദനകളും വീക്കം കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ സന്ധിവാതമുള്ളവർക്കൊക്കെ ആശ്വാസം കിട്ടുകയും ചീത്ത കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ നല്ലതാണ് ഈ ഇഞ്ചി കഴിക്കുന്നത്. ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന ശ്വാസം മുട്ടല്, ചുമ, അതുപോലെ യാത്ര ചെയ്യുമ്പോഴുള്ള ഛർദി, ഓക്കാനൊക്കെ തടയുന്നതിനും കുട്ടികളിലെ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കും ഇഞ്ചി കഴിക്കുന്നത്. ശരീരത്തിലെ വേദനകളെ കുറയ്ക്കാനും അതുപോലെ തന്നെ പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്താനും മാനസിക ആരോഗ്യം, ഓർമ്മശക്തിയൊക്കെ മെച്ചപ്പെടുത്താനൊക്കെ നല്ലതാണ് ഇഞ്ചി. അതുപോലെ തന്നെ അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനും കൊളസ്ട്രോൾ ഒക്കെ നിയന്ത്രിച്ചു നിർത്താനും ഒക്കെ ഒരുപാട് നല്ലതാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ഇഞ്ചി. അപ്പൊ ഇഞ്ചി വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പൊ നല്ലതുപോലെ കഴുകി ഇഞ്ചി വൃത്തിയാക്കി ഇതായി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് റൗണ്ട് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇഞ്ചിയുടെ തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കനം കുറച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കനത്തിനാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 1/4 കിലോ ഇഞ്ചിയിലും ചെയ്തിട്ടെടുക്കാവുന്നതാണ്. കുറേ നാൾ സൂക്ഷിച്ച് വെക്കാനുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ 1/2 കിലോ എടുത്തിട്ടുള്ളത്. ഇഞ്ചി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലിൽ തന്നെ ഇത് ചെയ്തിട്ടെടുക്കുക. എന്നാൽ മാത്രമേ ആ ഗുണങ്ങളൊക്കെ കിട്ടുള്ളൂ. അതുമാത്രമല്ല ഇഞ്ചിയുടെ ആ ചവർപ്പൊക്കെ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് പാലിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് പാലിൽ ചെയ്തിട്ടെടുക്കുമ്പോൾ. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇഞ്ചി ഒന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പാലെല്ലാം വറ്റി ഇഞ്ചിയൊക്കെ ഒന്ന് വെന്ത് വരണം. അപ്പം നിങ്ങൾ വിചാരിക്കും പാല് പിരിന്നു പോവില്ലേ എന്ന്. പിരിന്നൊന്നും പോവില്ല. നമ്മൾ പാക്കറ്റ് പാലാണെന്നുണ്ടെങ്കിൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ വീടുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പാലാണെന്നുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് പാലെടുക്കുക. അഥവാ നിങ്ങൾക്ക് പാല് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പിരിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാല് അലർജിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പാൽപ്പൊടിയിൽ വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചിട്ട് 1 കപ്പ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പാൽ ഇഷ്ടമല്ലാത്തവർക്ക് ചിലപ്പോൾ പിരിന്നു പോകാനൊക്കെ ഫ്രഷ് ആയിട്ടുള്ള പാല് അല്ലാന്നുണ്ടെങ്കിൽ പിരിന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. പാൽപ്പൊടി എടുക്കുന്ന സമയത്ത് ഓരോ ബ്രാൻഡ് പാൽപ്പൊടിക്ക് അനുസരിച്ച് പാലിന്റെ അളവിനും കട്ടി കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയിലേക്ക് 1 കപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ 250 ml കപ്പിന് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 കപ്പ് പാലാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം എത്രയാണോ പാൽപ്പൊടി എടുക്കേണ്ടത് അതിനനുസരിച്ചിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1 കപ്പ് പാലാക്കി ഒഴിച്ച് കൊടുക്കുക. പാലും കൂടെ ചേർത്താലേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ചവർപ്പില്ലാതെ കഴിക്കാൻ പറ്റുള്ളൂ. ഞാനെടുത്ത പാല് പിരിഞ്ഞിട്ടൊന്നുമില്ല. പാൽ അലർജി ഉള്ളവർക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയുള്ളവർ പാൽപ്പൊടിയിൽ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ വേവിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഓരോ ഇഞ്ചി, ചില ഇഞ്ചിക്ക് നല്ല വേവായിരിക്കും, ചിലതിന് വേവ് കുറവായിരിക്കും. അപ്പോൾ നല്ല വേവുള്ള ഇഞ്ചിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടണം. അപ്പോൾ കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുത്തിട്ട് വേവിച്ചിട്ട് എടുക്കുക. ഈ പാലെല്ലാം ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇഞ്ചിയൊക്കെ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലെല്ലാം വറ്റി വെന്ത് ഇഞ്ചി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇഞ്ചി വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ വേവിച്ച് വറ്റിച്ചിട്ട് എടുക്കുക. ഇതുപോലെ വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് മിക്സിയുടെ ഒരു ഡ്രൈ ആയിട്ടുള്ള ജാർ എടുക്കുക. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് 250 ml കപ്പിന് 1 കപ്പ് പനം കൽക്കണ്ടമാണ് എടുത്തിട്ടുള്ളത്. ആയുർവേദ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. പനം കൽക്കണ്ടമാണ് ഞാനിപ്പോൾ മധുരത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത് ഈ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പനം കൽക്കണ്ടാവുമ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാവുന്നതാണ്. ഒരുപാട് നല്ലതാണ് ആരോഗ്യത്തിനൊക്കെ പനം കൽക്കണ്ടം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. കൽക്കണ്ടം പൊടിച്ചത് ഒരു ബൗളിലേക്ക് മാറ്റാം.
പനം കൽക്കണ്ടത്തിന് പകരമായിട്ട് പഞ്ചസാരയോ ശർക്കരയോ കരിപ്പട്ടിയോ ഒക്കെ ചേർക്കാവുന്നതാണ്. ആരോഗ്യത്തിന് കുറച്ചും കൂടെ നല്ലത് പനം കൽക്കണ്ടം ചേർത്തിട്ട് ചെയ്യുമ്പോഴാണ്. പനം കൽക്കണ്ടം പൊടിച്ചെടുത്ത അതേ ജാറിൽ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് എള്ളിട്ട് കൊടുക്കാം. കറുത്തതോ വെള്ളയോ ഏത് എള്ള് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. വെള്ള എള്ളാണ് എടുത്തിട്ടുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും ഒക്കെ ഒരുപാട് നല്ലതാണ് എള്ള് കഴിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് കൊപ്ര പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുത്താലും മതി. ഒരു 1/2 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും ഇല്ല, ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊപ്ര ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് തേങ്ങ നല്ലതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ചൂട് മാറിയിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. 1/2 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് മധുരമില്ലാത്ത പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എല്ലാം ഞാൻ 1/2 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാമാണ്. ഞാനിവിടെ 20 ബദാമാണ് എടുത്തിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ബുദ്ധി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് ബദാം. ഓർമ്മശക്തിയൊക്കെ നിൽക്കുന്നതിനും ബുദ്ധിശക്തിക്കും ബുദ്ധി വളരാനും ഒക്കെ നല്ലതാണ്. എല്ലാവർക്കും ബദാം കഴിക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഒരു 20 ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാമിന്റെ അളവ് കൂട്ടാം. ബദാം ഇല്ലാന്നുണ്ടെങ്കിൽ ചുണ്ടിപ്പരിപ്പ് എടുക്കാവുന്നതാണ്. ബദാമാണ് കുറച്ചും കൂടെ ആരോഗ്യത്തിന് നല്ലത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതെല്ലാം കൂടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അതേ ജാറിൽ തന്നെ ഇഞ്ചി പാലിൽ വേവിച്ചെടുത്തിട്ട് അതിന്റെ ചൂടൊക്കെ മാറിയത് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ചൂട് മാറിയിട്ട് വേണം ഇട്ട് കൊടുക്കുക. ഇനി ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പാൽ ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കാം. അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ പാൽപ്പൊടി മിക്സ് ചെയ്തിട്ട് ആ പാൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പാലൊക്കെ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 or 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. നെയ്യൊന്ന് ചൂടാവട്ടെ. അരച്ച് വെച്ച ഇഞ്ചി ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഈ ഒരു സമയം ഇതിലേക്ക് പൊടിച്ചു വെച്ച കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണമാണ് കൽക്കണ്ടം പൊടിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. കൽക്കണ്ടം കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസായി വരും. ഇപ്പോൾ ദാ കണ്ടില്ലേ, കൽക്കണ്ടം എല്ലാം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം നോക്കാം. മധുരം കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൽക്കണ്ടം കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയോ ശർക്കരയോ ഒക്കെ കരിപ്പട്ടിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ചെറിയൊരു മധുരം മാത്രമേ ആവശ്യമുള്ളൂ. ഒരുപാട് മധുരമില്ല, ചെറിയൊരു മധുരമുണ്ട്, അത്യാവശ്യം ഒരു മധുരമുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എള്ള്, അതുപോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ബദാം, പാൽപ്പൊടി എല്ലാം ചേർത്ത് പൊടിച്ച മിക്സ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ ആ ഒരു സീഡ് മാത്രം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, തൊണ്ട് മാറ്റിയിട്ട്. അപ്പം പഞ്ചസാരയും കൂട്ടിച്ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഏലക്കയുടെ ഫ്ലേവർ ഒന്നും വേണ്ട, ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഏലക്കയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിച്ചെടുത്തില്ലേ, കൽക്കണ്ടം പൊടിച്ചെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ബദാമും പാൽപ്പൊടിയും ഒക്കെ പൊടിച്ചില്ലേ, ആ ഒരു സമയം ഏലക്കയും കൂടെ ചേർത്തിട്ട് പൊടിക്കാവുന്നതാണ്. പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഒരു 7 മിനിറ്റ് ഇളക്കി കൊടുത്ത് ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ കട്ടിയായി പാനിൽ നിന്ന് ഇതുപോലെ ഒന്ന് വിട്ട് വരണം. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഒരുപാട് ചൂട് മാറാൻ നിൽക്കേണ്ട, ചെറിയൊരു ചൂടോട് കൂടി തന്നെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഉരുള പിടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഉരുള ഉരുട്ടിയെടുക്കുന്നത്. വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉരുള ഉരുട്ടിയെടുക്കുക. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ എടുത്തതിൻ്റെ പകുതി ഇതുപോലെ ചെറിയ ഒരു ഉരുള എടുത്താൽ മതിയാവും. വലിയവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉരുള ഉരുട്ടിയെടുക്കുക. ചൂട് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി വരും. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി കാണാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ കുറച്ചും കൂടെ കാണാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലോ പാൽപ്പൊടിയിലോ ഇട്ട് ഈ ഉരുള ഒന്ന് കോട്ട് ചെയ്തെടുക്കാം.
ഞാനിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. വെറുതെ ഒരു ഭംഗിക്ക് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഉരുളകളും ഡെസിക്കേറ്റഡ് കോക്കനട്ടിലിട്ട് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ ഒരു ഭംഗിയൊക്കെ വന്നില്ലേ. ഒരുപാട് രോഗങ്ങൾ മാറുന്നതിനും വിട്ടുമാറാത്ത ചുമ കഫക്കെട്ടൊക്കെ മാറുന്നതിന് വെറും വയറ്റിൽ രാവിലെ ഒരെണ്ണം ഇത് മാത്രം കഴിച്ചാൽ മതിയാവും. പാലും പാൽപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് ആ ഇഞ്ചിയുടെ ഒരു ചൊവയോ ഒന്നും തന്നെ ഇല്ല. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇഞ്ചിയുടെ ഒരു ചവർപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നുമില്ല. ഇഞ്ചിയുടെ ഒരു ചവർപ്പോ എരിവോ ഒന്നുമില്ല. നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇതൊരെണ്ണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറിനൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടും. മലബന്ധമൊക്കെ മാറുന്നതിനും ചുമ കഫക്കെട്ടും ഏത് രോഗങ്ങൾ മാറുന്നതിനും ദിവസം രാവിലെ ഇതൊരെണ്ണം കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈർപ്പമൊന്നുമില്ലാത്ത ഗ്ലാസ് ജാറിലിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഫ്രിഡ്ജിലോ പുറത്തോ ഒക്കെ വെക്കാവുന്നതാണ്. അപ്പോൾ ഈ മാറുന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അസുഖങ്ങളും വരും. അസുഖങ്ങളെല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇഞ്ചി തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് രോഗങ്ങൾക്ക് ശമനം കിട്ടും. എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്